ഡിസംബർ 25 മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുള്ള ദിവസമാണ്. ഇന്ന് ലോകമറിയുന്ന മോഹൻലാൽ എന്ന നടൻ ഉദയം ചെയ്ത ദിവസം. 1980 ഡിസംബർ 25-നാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ റിലീസ് ചെയ്തത്. അന്ന് മോഹൻലാലിന് പ്രായം 19 വയസ്സ്. ശങ്കർ നായകനായി അഭിനയിച്ച ചിത്രത്തിൽ വില്ലനായിട്ടായിരുന്നു ലാലിൻ്റെ വരവ്. മലയാള സിനിമയുടെ ഗതി തന്നെ മാറ്റിയ സിനിമയെന്നായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെ വിശേഷിപ്പിച്ചിരുന്നത്. ആ ചിത്രത്തിന് കഥാമൂല്യവും ജനപ്രീതിയുമുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും ലഭിച്ചു. അതേ സംവിധായകന് കീഴിൽ മോഹൻലാൽ അഭിനയിച്ച മണിച്ചിത്രത്താഴ് എന്ന സിനിമ റിലീസ് ചെയ്തതും ഒരു ഡിസംബർ 25-നായിരുന്നു. 1993 ഡിസംബർ 25-നാണ് ആ സിനിമ തിയേറ്ററുകളിലെത്തിയത്. കഥാമൂല്യവും ജനപ്രീതിയുമുള്ള സിനിമയെന്ന നിലയിൽ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും ആ സിനിമ നേടി. ഈ രണ്ട് സിനിമകളും മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായിരുന്നു. മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ വെള്ളിത്തിരയിലെത്തി 44 വർഷം തികയുന്ന ഈ വേളയിൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിന് തയ്യാറെടുക്കുകയാണ്. അതും ഒരു ഡിസംബർ 25-ന്. 3D സാങ്കേതികവിദ്യയിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രം 2024 ഡിസംബർ 25-നാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ചിത്രത്തിൻ്റെ റിലീസ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാകട്ടെ ലാലിനെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ സംവിധായകൻ ഫാസിലും. മോഹൻലാലിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു ഫാസിൽ തീയതി പ്രഖ്യാപിച്ചത്. ബാറോസിൻ്റെ റിലീസിംഗ് തീയതി മോഹൻലാൽ പറഞ്ഞപ്പോൾ ഫാസിൽ വിസ്മയിച്ചു പോയി. അതിന് കാരണം മുകളിൽ പറഞ്ഞത് തന്നെ. എന്നാൽ മോഹൻലാലും സംഘവും ബറോസ് എന്ന സിനിമയുടെ റിലീസിംഗ് തീയതി തീരുമാനിച്ചത് അക്കാര്യങ്ങളൊന്നും ആലോചിച്ചായിരുന്നില്ല. ഡിസംബർ 25-നാണ് റിലീസ് എന്ന് കേട്ടതോടെ ഫാസിൽ വിസ്മയിച്ചു. യാതൊരു മുൻധാരണയുമില്ലാതെ ഒരുക്കവുമില്ലാതെയാണ് ഈ തീയതി പ്രഖ്യാപിച്ചതെങ്കിൽ അതെന്തോ ഒത്തുചേരലാണ്, എന്തോ ആക്സിഡൻ്റൽ കോയിൻസിഡൻസ് ആണെന്ന് ഫാസിൽ പറയുന്നു. എന്തോ ഒരു നിമിത്തമാണ്, പൊരുത്തമാണ്, ഒരു കടാക്ഷമാണ്, ദൈവനിശ്ചയമാണെന്ന് തനിക്ക് തോന്നിപ്പോയെന്ന് ഫാസിൽ പറയുന്നു. തൻ്റെ തോന്നൽ ഫാസിൽ മോഹൻലാലിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മോഹൻലാൽ 10 മടങ്ങ് വിസ്മയിച്ചു. അപ്രതീക്ഷിതമായി ഈ പ്രത്യേകതകൾ കേട്ടപ്പോൾ മോഹൻലാൽ ആശ്ചര്യപ്പെട്ടു. കുറേ നേരത്തേക്ക് മിണ്ടാട്ടമില്ല. അറിയാതെ ദൈവമേ എന്ന് വിളിച്ചുപോയി. അതിന് കാരണം മോഹൻലാൽ എന്ന 19 വയസ്സുകാരനെ ഇന്നറിയുന്ന മോഹൻലാലാക്കി മാറ്റിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയാണ്. അന്ന് അക്കാലത്ത് പ്രേക്ഷകർ റിപ്പീറ്റ് ചെയ്ത് കണ്ട സിനിമ കൂടിയാണെന്ന് ഫാസിൽ പറയുന്നു. മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്തതും ഒരു ഡിസംബർ 25-നായിരുന്നു. 1993 ഡിസംബർ 25. മോഹൻലാലിൻ്റെ ബറോസ് റിലീസ് ചെയ്യുന്നതും ഒരു ഡിസംബർ 25-നാണ്. 4.5 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിത തിരക്കിനിടയിൽ ബുദ്ധിമുട്ടി പഠിച്ചെടുത്ത അനുഭവങ്ങൾ കൊണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയുടെ റിലീസ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ദിവസവുമായി ആകസ്മികമായി ഒത്തുചേർന്നു വരികയാണ്. മഞ്ഞിൽ വിരിഞ്ഞ നടൻ സംവിധാനം ചെയ്ത സിനിമയുടെ ഔദ്യോഗികമായ റിലീസ് പറയണമെന്നാവശ്യപ്പെട്ട് നീണ്ട 44 വർഷങ്ങൾക്ക് ശേഷം മഞ്ഞിൽ വിരിഞ്ഞ സംവിധായകനെ വിളിക്കുക. ഇതൊക്കെ നിമിത്തപൊരുത്തമെന്നല്ലാതെ എന്താണ് പറയേണ്ടതെന്ന് ഫാസിൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെക്കാളും മണിച്ചിത്രത്താഴിനേക്കാളും വളരെ വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു അതുല്യ കലാസൃഷ്ടിയായിരിക്കും ബാറോസ് എന്നാണ് തനിക്ക് തോന്നുന്നതെന്ന് ഫാസിൽ പറയുന്നു. ഏറ്റവും കുറഞ്ഞ പക്ഷം ബാറോസ് ഒരു ആഗോള ഇതിഹാസ സിനിമയായി മാറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. അതിനായി ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നുവെന്നും ലാലിനും ടീമിനും എല്ലാ നന്മയും നേരുന്നുവെന്നും ബറോസ് 2024 ഡിസംബർ 25-ന് പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നുവെന്ന സന്തോഷ വാർത്ത ഔദ്യോഗികമായി അറിയിക്കുന്നുവെന്നും ഫാസിൽ പറഞ്ഞു.